യുക്രൈനെതിരെ പടപ്പുറപ്പാടിനിറങ്ങിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഇത്രയും വലിയ തിരിച്ചടി കിട്ടാനില്ല. റഷ്യയുടെ പടിഞ്ഞാറ് കിഴക്കൻ പ്രദേശമായ കസ്ക് ഉൾപ്പെടുന്ന 35 കിലോമീറ്റർ പ്രദേശം യുക്രൈൻ സൈന്യം കീഴടക്കി. നിയന്ത്രണത്തിലാക്കിയ പ്രദേശത്ത് നിന്ന് റഷ്യൻ പതാക അഴിച്ചുമാറ്റുകയും സൈനിക ഓഫീസ് തുറക്കുകയും ചെയ്തു. പ്രദേശത്തേക്ക് റഷ്യൻ സൈനികർക്ക് യുദ്ധസാമഗ്രികൾ എത്തിക്കാതിരിക്കാൻ സെയം നദിയിലെ പ്രധാനപ്പെട്ട പാലം യുക്രൈൻ സേന തകർത്തു. റഷ്യ മറ്റുള്ളവരിലേക്ക് യുദ്ധം കൊണ്ടുവന്നു. ഇപ്പോൾ അത് റഷ്യയിലേക്ക് മടങ്ങുകയാണെന്നും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി പ്രതികരിച്ചു. ശക്തമായ പ്രത്യാക്രമണത്തിന് മുൻപ് 2 ലക്ഷത്തോളം പൌരന്മാരെ കസ്ക് മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു. കീഴടക്കിയ സ്ഥലം എത്രകാലം യുക്രൈന് കൈവശം വയ്ക്കാൻ കഴിയുമെന്ന ചോദ്യം ഉയരുന്നതിനിടെ റഷ്യയുടെ പ്രദേശം തിരിച്ചുപിടിക്കാൻ സൈനിക നീക്കം ആരംഭിച്ചു. പ്രതിരോധം എന്നതിൽ നിന്നു മാറി പ്രത്യാക്രമണവും പിടിച്ചെടുക്കലും എന്ന യുദ്ധതന്ത്രത്തിലേക്ക് യുക്രൈൻ എങ്ങനെ മാറി എന്നതാണ് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നത്. രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം ഏറ്റവും വലിയ കരയാക്രമണം നേരിട്ടതിന്റെ ഞെട്ടലിലാണ് റഷ്യ. യുക്രൈനെ പാഠം പഠിപ്പിക്കാനിറങ്ങിയ വ്ളാഡിമിർ പുടിന് ഇതിലും വലിയ തിരിച്ചടി ഇല്ലെന്ന് തന്നെ പറയാം. മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ശരിയാണെങ്കിൽ റഷ്യയുടെ വലിയൊരു പ്രദേശം യുക്രൈൻ സൈന്യം പിടിച്ചെടുത്തു. ഓഗസ്റ്റ് 6 പുലർച്ചെയാണ് 10,000-ഓളം യുക്രൈൻ സൈനികർ ടാങ്കുകളും കവചിത വാഹനങ്ങളുമായി റഷ്യൻ അതിർത്തി കടന്ന് കെർക്സ് മേഖലയിൽ തമ്പടിച്ചത്. കെർക്സ് മേഖലയിൽ 35 കിലോമീറ്റർ ഉള്ളിലേക്ക് സൈന്യം കടന്നതായി യുക്രൈൻ സൈന്യത്തിന്റെ ഉന്നത കമാൻഡർ ഒലെക്സാണ്ടർ സിർസ്കി അവകാശപ്പെട്ടു. 82 ജനവാസ കേന്ദ്രങ്ങളടക്കം 1150 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം യുക്രൈൻ നിയന്ത്രണത്തിലാക്കി. 102 റഷ്യൻ സൈനികരും യുക്രൈന്റെ പിടിയിലായി. ഈ മേഖലയിലെ പ്രധാനപ്പെട്ട പട്ടണമായ സുഡ്ജയും യുക്രൈൻ സൈന്യം കീഴടക്കി. കെർക്സ് മേഖലയിലെ ഒരു ഔദ്യോഗിക സ്ഥാപനത്തിൽ നിന്നും റഷ്യൻ പതാക മാറ്റുന്നതിന്റെ വീഡിയോ യുക്രൈന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിൽ പ്രക്ഷേപണവും ചെയ്തിരുന്നു. യുക്രൈൻ സൈന്യത്തിന്റെ കടന്നുകയറ്റത്തെ തുടർന്ന് അതിർത്തി പ്രദേശങ്ങളായ കെർക്സ്, ബ്രയാൻസ്ക്, ബെൽഗൊറാദ് എന്നിവിടങ്ങളിൽ റഷ്യയ്ക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നു. പടിഞ്ഞാറൻ റഷ്യയിലെ അതിർത്തി പ്രദേശമായ കെർക്സ് മേഖലയ്ക്ക് ചരിത്രപരമായും തന്ത്രപ്രധാനമായും പ്രാധാന്യമുണ്ട്. സൈനിക മുന്നേറ്റത്തിനിടെ റഷ്യയുടെ Su-34 ജെറ്റ് വെടിവെച്ചിട്ടതായും യുക്രൈൻ അവകാശപ്പെട്ടു. തങ്ങളുടെ എയർബേസുകളിലേക്ക് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് റഷ്യ സമ്മതിച്ചു. യുക്രൈന്റെ 117 ഡ്രോണുകളാണ് ആക്രമിക്കാൻ വന്നതെന്ന് റഷ്യ സ്ഥിരീകരിച്ചു. വൊറോണസ്, കെർക്സ്, സവ്സ്ലൈക, ബോറിസോബ്ലെക്സ് എന്നീ എയർബേസുകളിലാണ് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. സ്ഥിതിഗതികൾ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്. സൈനികർ അവരുടെ ചുമതല നിറവേറ്റുന്നു എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ഔദ്യോഗിക ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞത്. എന്നാൽ റഷ്യൻ ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കാൻ യുക്രൈന് യാതൊരു താൽപര്യവും ഇല്ലെന്നും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്താൻ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. കെർക്സിൽ യുക്രൈന്റെ ഷെല്ലാക്രമണത്തിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റെന്നും വീടുകൾ തകർന്നെന്നും സ്ഥിതി ഗുരുതരമാണെന്നും ബെൽഗൊറോദ് ഗവർണർ വ്യാച്ചെസ്ലോവ് ഗ്ലാഡ്കോവ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. പ്രത്യാക്രമണം ശക്തമാക്കുന്നതിന്റെ മുന്നോടിയായി കെർക്സിൽ നിന്നും ബെൽഗൊറോദ് മേഖലയിൽ നിന്നും 2 ലക്ഷത്തോളം പൌരന്മാരോട് സുരക്ഷിത സ്ഥലത്തേക്ക് ഒഴിഞ്ഞുപോകാൻ റഷ്യൻ ഭരണകൂടം ആവശ്യപ്പെട്ടു. 2022 യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമാണ് റഷ്യൻ മണ്ണിൽ യുക്രൈൻ സൈന്യം കടക്കുന്നത്. 3 യുക്രൈൻ ബ്രിഗേഡുകളാണ് ഇപ്പോൾ റഷ്യൻ പ്രദേശങ്ങൾ കീഴടക്കി മുന്നേറുന്നത്. നിയന്ത്രണത്തിലാക്കിയ പ്രദേശത്തെ ക്രമസമാധാന നില ഉറപ്പാക്കാനും ജനങ്ങളുടെ അടിയന്തരാവശ്യങ്ങൾ നടത്തിക്കൊടുക്കാനുമായി യുക്രൈൻ കെർക്സിൽ സൈനിക ഓഫീസും തുറന്നു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഓഫീസ് സ്ഥാപിച്ച വിവരം സൈനിക ഉദ്യോഗസ്ഥർ അറിയിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. റഷ്യൻ മണ്ണിലേക്ക് നടത്തിയ കടന്നുകയറ്റത്തിലൂടെ തിരിച്ചടിക്കാൻ പ്രാപ്തരാണെന്ന് യുക്രൈൻ വീണ്ടും തെളിയിച്ചതായി സെലൻസ്കി പറഞ്ഞു. ഇതോടുകൂടി യുക്രൈൻ റഷ്യ സംഘർഷം മറ്റൊരു തരത്തിലേക്ക് മാറുകയാണ്. അതിനിടെ യുക്രൈൻ സൈന്യം കടന്നുകയറിയ പ്രദേശങ്ങളെ സംരക്ഷിക്കാൻ റഷ്യ അടിയന്തര നീക്കങ്ങൾ ആരംഭിച്ചുവെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. കെർക്സിൽ യുക്രൈൻ സൈന്യം സ്ഥാപിച്ച സൈനിക പോസ്റ്റ് തകർത്തതായി റഷ്യ അവകാശപ്പെട്ടു. ഇവിടെ നിന്ന് US, സ്വീഡിഷ് നിർമ്മിത ആയുധങ്ങൾ കണ്ടെടുത്തതായും റഷ്യ അറിയിച്ചു. യുക്രൈൻ ആക്രമണത്തെ വലിയ പ്രകോപനമെന്ന് വിശേഷിപ്പിച്ച വ്ളാഡിമിർ പുടിൻ ശത്രുക്കളെ പ്രദേശത്തുനിന്ന് പുറത്താക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി. രാജ്യത്തിന്റെ തെക്കൻ മേഖലയിലെ യുക്രൈൻ നുഴഞ്ഞുകയറ്റം അസ്ഥിരത പടർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇതിന് തക്കതായ മറുപടി അവർക്ക് ലഭിക്കും.
ശത്രുക്കളെ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് പുറത്താക്കും, പുടിൻ വ്യക്തമാക്കി. അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക ഉദ്യോഗസ്ഥരുമായും റഷ്യയിലെ ചില ഉന്നത സുരക്ഷാ, സർക്കാർ, നിയമനിർവഹണ ഉദ്യോഗസ്ഥരുമായും പുടിൻ തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യുക്രൈൻ നിയന്ത്രണത്തിലാക്കിയ പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ സൈന്യത്തെ അവിടേക്ക് അയക്കുമെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രേ ബെലസോവും അറിയിച്ചു. റഷ്യൻ സൈന്യം മുന്നേറ്റം തുടരുന്ന സാഹചര്യത്തിൽ യുക്രൈന്റെ കിഴക്കൻ പട്ടണമായ പൊക്രോവ്സ്കിൽ നിന്ന് സാധാരണക്കാർ ഒഴിഞ്ഞുപോകാൻ യുക്രൈൻ സൈന്യം ആവശ്യപ്പെട്ടു. റഷ്യൻ സൈന്യം വളരെ വേഗത്തിലാണ് മുന്നേറുന്നതെന്നും ദിവസങ്ങൾ കഴിയുന്തോറും സാധാരണക്കാർക്ക് രക്ഷപ്പെടാനുള്ള സമയം കുറയുമെന്നും യുക്രൈൻ അധികൃതർ അറിയിച്ചു. റഷ്യയിലേക്കുള്ള യുക്രൈന്റെ സൈനിക കടന്നുകയറ്റം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് യഥാർത്ഥ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. യുക്രൈന്റെ നീക്കം തങ്ങൾ വ്യക്തമായും കൃത്യമായും അറിയുന്നുണ്ടായിരുന്നുവെന്നും ബൈഡൻ വെളിപ്പെടുത്തി. അതേസമയം യുക്രൈന്റെ സൈനിക നീക്കത്തിൽ US പങ്കില്ലെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കരീൻ ജീൻ പിയറി പറഞ്ഞു. റഷ്യക്കെതിരായ പ്രതിരോധത്തിൽ യുക്രൈൻ ദീർഘദൂര മിസൈലുകൾ ഒഴികെ ബ്രിട്ടീഷ് ആയുധങ്ങൾ ഉപയോഗിക്കാമെന്ന് UK പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. റഷ്യയുടെ നിയമവിരുദ്ധമായ എല്ലാ ആക്രമണങ്ങളെയും ചെറുക്കാനുള്ള അവകാശം യുക്രൈനുണ്ടെന്നും പ്രതിരോധ മന്ത്രാലയം വക്താവ് വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി ആയിരിക്കണം ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ആക്രമണവും പ്രത്യാക്രമണവുമായി റഷ്യ യുക്രൈൻ സംഘർഷം ശക്തമാകുന്നതിനിടെ മറ്റൊരു വിവാദ ചുഴിയിൽ അകപ്പെട്ടിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സംശയമുനയിൽ നിർത്തിയ നോർഡ് സ്ട്രീം പൈപ്പ് ലൈനുകളിൽ ചോർച്ചയുണ്ടാക്കിയ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ യുക്രൈൻ സംഘമാണെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് വിവാദമാകുന്നു. ജർമ്മനിയിലേക്ക് റഷ്യൻ എണ്ണ എത്തിക്കുന്ന പ്രധാനപ്പെട്ട പൈപ്പ് ലൈനിൽ 2022 സെപ്റ്റംബറിലുണ്ടായ സ്ഫോടനം യൂറോപ്പിൽ വലിയ ഊർജ്ജ പ്രതിസന്ധിയുണ്ടാക്കിയിരുന്നു. സ്ഫോടനത്തിനു പിന്നിൽ യുക്രൈൻ സൈനികരാണെന്നാണ് വാൾസ്ട്രീറ്റ് ജേണലിന്റെ വെളിപ്പെടുത്തൽ. $3 ലക്ഷം സഹായം സ്വകാര്യമായി ലഭിച്ച ഈ ദൌത്യത്തിനു പിന്നിൽ യുക്രൈന്റെ ഉന്നത റാങ്കിലുള്ള ജനറലായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. ഇക്കാര്യം വ്ളാഡിമിർ സെലൻസ്കിക്ക് അറിയാമായിരുന്നുവെന്നും നീക്കം CIA ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം പിന്മാറിയെന്നും വാൾസ്ട്രീറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ആരോപണങ്ങളെല്ലാം യുക്രൈൻ ഭരണകൂടം നിഷേധിച്ചു.